ഒറ്റിക്കൊടുത്താ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ അത് ഞാൻ നിനക്ക് പിച്ചയായിട്ട് തന്നേനെ. ഈ ശബ്ദം ഇനി ഡോൾബി അറ്റ്മോസിൽ മുഴങ്ങും. അലക്സാണ്ടറിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് കേരളക്കര. 1990 കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ചിത്രമായാണ് സാമ്രാജ്യം പ്രദർശനത്തിനെത്തിയത്. അന്നത്തെ കാലത്ത് തന്നെ 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നിർമ്മാണ ചെലവ് വന്ന ചിത്രമാണിത്. പ്രേക്ഷക പ്രതികരണം മാനിച്ച് 10 പ്രിന്റിൽ തുടങ്ങിയ ചിത്രം 400 പ്രിന്റുകൾ വരെ അടിച്ചിറക്കേണ്ടി വന്നിരുന്നു. മമ്മൂട്ടിയെ സ്റ്റൈലിഷ് നായകനാക്കി അവതരിപ്പിച്ച ചിത്രം അതിന്റെ നിർമ്മാണ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ബെൻസ് കാറുകളും മറ്റും യഥേഷ്ടം ഉപയോഗിച്ച ചിത്രം സ്റ്റൈലിഷും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലേക്കും 100 മുതൽ 200 ദിവസങ്ങൾ തകർത്തോടിയ ചിത്രം സ്ലോ മോഷന്റെ ഗംഭീരമായ ഉപയോഗം കൊണ്ടും സിനിമാ ആസ്വാദകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഗാനങ്ങളില്ലാതെ ഇളയരാജ പശ്ചാത്തല സംഗീതം മാത്രം നൽകിയ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗാനങ്ങൾ ഇല്ലാത്തതിനാൽ ആദ്യം ചിത്രത്തിൽ നിന്ന് പിന്മാറിയ ഇളയരാജ പിന്നീട് ചിത്രം കണ്ട് അമ്പരന്ന് പോവുകയും അതിനുശേഷം പശ്ചാത്തല സംഗീതം നൽകാൻ തയ്യാറാവുകയുമാണ് ഉണ്ടായത്. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഐക്കണിക് ഗാങ്സ്റ്റർ ഡ്രാമ സാമ്രാജ്യം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജോമോൻ സംവിധാനം ചെയ്ത സാമ്രാജ്യത്തിന്റെ 4K ഡോൾബി ആറ്റ്മോസ് പതിപ്പാണ് റീ റിലീസിനെത്തുന്നത്. ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ഈ ചിത്രം രചിച്ചത് ഷിബു ചക്രവർത്തിയാണ്. സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അക്കാലത്തെ യുവ പ്രേക്ഷകരെ കോരിത്തെറിപ്പിച്ച മമ്മൂട്ടിയുടെ മോസ്റ്റ് സ്റ്റൈലിഷ് ചിത്രവും. അലക്സാണ്ടറിനെ സൂക്ഷിക്കണം. ഹി ഈസ് എ ഡിഫറെന്റ് മാൻ വിത്ത് ഡിഫറെന്റ് മൂഡ്സ് ആൻഡ് ടേസ്റ്റ്. മമ്മൂട്ടിയുടെ ഐക്കണിക് ഗാങ്സ്റ്റർ കഥാപാത്രത്തെ തിയേറ്ററിൽ ഇനി മലയാളിക്ക് ഒന്നുകൂടെ കാണാം.